ഇന്ന് കുറച്ച് കരിമീനാണ് കിട്ടിയത്. അപ്പോൾ കരിമീൻ മപ്പാസ് വെക്കാനായിട്ട് കരിമീനിനെ ആദ്യം ഒന്ന് നമുക്ക് സുന്ദരിയാക്കി എടുക്കാം. കരിമീൻ ഇതുപോലെ ഞാൻ പുളിവെള്ളത്തിൽ ഒരു 15 മിനിറ്റ് ഇട്ട് വെക്കും. അതിനുശേഷം ഇതുപോലെ അതിൻ്റെ തൊലി ഭാഗമൊക്കെ നമുക്കിതുപോലെ അങ്ങ് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി കുറച്ച് കല്ലുപ്പിട്ട് നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ഉളുമ്പ് മണമൊക്കെ മാറും. ഇതുപോലെ വരഞ്ഞെടുത്ത് വെക്കാം എല്ലാ മീനുകളും. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ നാരങ്ങാനീരും 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മീനിൽ നന്നായിട്ട് അരപ്പ് പുരട്ടിയതിന് ശേഷം നമുക്കൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇനി പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചൊന്ന് ചൂടായതിന് ശേഷം മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീനുകളിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഈ സമയത്ത് ഒരു 7-8 ചെറിയ ഉള്ളിയും ഒരു 3-4 വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞെടുത്ത് വെക്കണം. കുറച്ച് ഇഞ്ചിയും നീളത്തിൽ അരിഞ്ഞെടുത്ത് വെക്കാം. മീൻ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു 8 ചെറിയ ഉള്ളിയും 4 വെളുത്തുള്ളിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മുളക് പൊടി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതൊന്ന് വെള്ളമൊഴിച്ച് അരച്ചെടുത്ത് വെക്കാം. ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 നുള്ള് ഉലുവ ഇട്ട് പൊട്ടുമ്പം ഒരു സവാള അരിഞ്ഞത് കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഓരോ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതും 2 പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും 1 തക്കാളി വലിയൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊരു 2 കപ്പ് 2-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കരിമീൻ ഇട്ട് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് സിമ്മിലിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി കടുകൊന്ന് താളിക്കണം. വെളിച്ചെണ്ണയും 2 വറ്റൽമുളകും 3-4 ചെറിയ ഉള്ളി അരിഞ്ഞതും 1/2 ടീസ്പൂൺ കടുകും ഇട്ട് പൊട്ടിച്ച് കറിയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി 1-ാം പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. തക്കാളി വട്ടത്തിൽ അരിഞ്ഞത് കൂടി കറിയിലേക്ക് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുത്ത് അലങ്കരിക്കാം. കരിമീൻ മപ്പാസ് ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റുകൾ അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ബൈ ഫ്രണ്ട്സ്.